ഹായ് ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. എ റെക്ടാങ്കുലർ കോൺക്രീറ്റ് ബീം 300 mm ഡീപ്പ് ആൻഡ് 200 mm വൈഡ്. അപ്പം ബിയും ഡിയും നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 200 mm ആണ്, ഡി എന്ന് പറയുന്നത് 300 mm ആണ് ഡെപ്ത്. ഓക്കെ. ഈസ് പ്രീസ്ട്രസ്ഡ് ബൈ മീൻസ് ഓഫ് 15 5 mm ഡയമീറ്റർ വയേഴ്സ് ലൊക്കേറ്റഡ് 65 mm ഫ്രം ദ ബോട്ടം. അപ്പോൾ ഇത് പ്രീസ്ട്രസ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൽ 5 mm 15 വയേഴ്സ് കൊണ്ടാണ്. ഓക്കെ, 5 mm ഡയുള്ള 15 വയേഴ്സ് കൊണ്ടാണ് ബോട്ടത്തിൽ പ്രീസ്ട്രസ് ചെയ്തിരിക്കുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിൽ നിന്ന് 65 mm മാറിയിട്ടാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ അനാലിസിസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫ്രം ദ ബോട്ടം ഓഫ് ദ ബീം ആൻഡ് 3 5 mm വയേഴ്സ് ലൊക്കേറ്റഡ് 25 mm ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബീം. കഴിഞ്ഞില്ല, താഴെ മാത്രമല്ല പ്രീസ്ട്രസ് ചെയ്തിരിക്കുന്നത്, ടോപ്പിലും പ്രീസ്ട്രസ് ചെയ്തിട്ടുണ്ട്. എത്ര വയേഴ്സ് വെച്ചിട്ടാണ് പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്? 3 വയേഴ്സ് അല്ലേ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 mm. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നിന്ന് 25 mm മാറിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ ബോട്ടത്തിലും ടോപ്പിലും നമുക്ക് പ്രീസ്ട്രസിങ് വയേഴ്സ് ഉണ്ട്. ഓക്കെ. If the wires are initially tensioned to a stress of 840 Newton per millimeter square. If the wires are initially tensioned, അപ്പം അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ടെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. എത്ര സ്ട്രെസ് വെച്ചിട്ട് എത്ര സ്ട്രെസ് ആ വയേഴ്സിലേക്ക് വരുന്നത്? ഇനീഷ്യലി 840 Newton per millimeter square ആണ് വരുന്നത്. ഓക്കെ. ഇനീഷ്യൽ സ്ട്രെസ് വരുന്നത് 840 Newton per millimeter square ആണ്. ഓക്കെ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് in steel immediately after transfer, allowing for the loss of stress due to elastic deformation. അപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ മുഖേന ഈ പ്രീസ്ട്രസിങ് ഫോഴ്സ് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ എത്രയാണ് അതിൽ ലോസ് ഉണ്ടാവുന്നതെന്നുള്ളത് അതിൻ്റെ പേഴ്സൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ ലോസ് അല്ലെങ്കിൽ പ്രീസ്ട്രസ് എത്രയാണ് ലോസ് ആവുന്നത്, എത്ര സ്ട്രെസ്സാണ് ലോസ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം, അതിൻ്റെ പേഴ്സൻറ്റേജും കണ്ടുപിടിക്കണം. ഓക്കെ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ലോസ്. പെർസെൻറ്റേജ്. ഓക്കെ. ക്ലിയർ ആയോ? നമ്മൾ മുന്നേ കണ്ടുപിടിച്ച പോലെ തന്നെ പെർസെൻറ്റേജ് ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കൊണ്ട് മാത്രം. ഓക്കെ. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഓൺലി നമ്മൾ ഓൾറെഡി പഠിച്ചു. പല റീസൺസ് ഉണ്ട് ലോസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ചു വരുമ്പം ആ ടേംസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ. ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ. അസ്യൂം ES is equal to 210 kN per millimeter square and EC is equal to 31.5 kN per millimeter square. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ 210 kN per millimeter square ആണ്. കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് 31.5 kN per millimeter square ആണ്. ഓക്കെ. ഇത് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതിൽ പേഴ്സൻറ്റേജ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ എവിടെയൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ വയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ടോപ്പിലും വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും വരുന്ന ലോസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. കാരണം നമ്മുടെ ലോസ് വരുന്നത് എവിടെയാണോ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടെൻഡൻസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലേ. അതായത് നമ്മൾ ന്യൂട്രൽ ആക്സിന് എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ലോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ബോട്ടത്തിൽ വരുന്ന ലോസും കണ്ടുപിടിക്കണം, ടോപ്പിൽ വരുന്ന ലോസും ഈ കേസിൽ കണ്ടുപിടിക്കണം. അതായത് എവിടെയൊക്കെ ടെൻഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ വയേഴ്സ് ഉണ്ടോ, അതായത് ഹൈ ടെൻഷൻ സ്റ്റീൽ വയേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടുത്തെയൊക്കെ ലോസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇവിടെ രണ്ട് സ്ഥലത്തുള്ളതുകൊണ്ട് ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? ഗിവൺ ഡാറ്റ എഴുതാം. B 200 mm, D 300 mm, നമ്പർ ഓഫ് 5 mm ഡയ വയേഴ്സ് അറ്റ് ബോട്ടം 15, നമ്പേഴ്സ് ഓഫ് 5 mm ഡയ വയേഴ്സ് അറ്റ് ടോപ്പ് 3, സ്ട്രെസ് ഇൻ വയേഴ്സ് സിഗ്മ is equal to 840 Newton per millimeter square. Young's modulus of steel 210 kN per millimeter square. Young's modulus of concrete
31.5 kN/mm². അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു ഫിഗർ വരച്ചെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബീം ഉള്ളത്, പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ബീം ഉള്ളത്. ഇത് ന്യൂട്രൽ ആക്സിസ്. ബോട്ടത്തിൽ നിന്ന് 65 mm മാറിയിട്ട് 15 5 വയേഴ്സ് ഉണ്ട്. അതേപോലെ ടോപ്പിൽ നിന്ന് 25 mm മാറിയിട്ട് 3 5 mm വയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇപ്പം ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള വൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് ബോട്ടത്തിലേക്കുള്ള വൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇതൊരു 150 ആണ്. ന്യൂട്രൽ ആക്സിസിന് ആ ടെൻഡൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. അതായത് വൈ കണ്ടുപിടിക്കില്ല, ഐ ഡിവൈഡ് ബൈ വൈ എന്ന് പറയുന്ന ടേം, അതായത് ഇസെറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ ബി എന്ന് പറയുന്നത്, അതായത് ബോട്ടത്തിലേക്കുള്ള വൈ ഡിസ്റ്റൻസ് വൈ ബി എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 150 - 65 ആയിരിക്കും ഇവിടം തൊട്ട് ഇതുവരെ. അതേപോലെ വൈ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 - 25 ആയിരിക്കും. അപ്പോൾ ആ രണ്ട് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ലോസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ അറ്റ് ടോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു FS. അതായത് നമ്മൾ FS എന്ന് പറഞ്ഞിട്ടാണ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ നമ്മൾ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടോപ്പിലായതുകൊണ്ട് ബ്രാക്കറ്റിൽ ഒരു സഫിക്സ് ടിയും കൂടി, ഓക്കെ, സഫിക്സ് ടി കൊടുത്തു ടോപ്പിലെ FST. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M × FC ആയിരുന്നു FSൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ M × FC അതിൻ്റെ സഫിക്സിലും ടി കൊടുത്തു, ടോപ്പിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് FC ടിയും FS ടിയും എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. അതേപോലെ ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ അറ്റ് ബോട്ടം FS ഓഫ് B. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു M × FC ഓഫ് B. ഓക്കെ, അപ്പോൾ FCT ആൻഡ് FCB എന്ന് പറയുന്നത് എന്താണ്? പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം റെസ്പെക്റ്റീവ്ലി. FCTയും FCB എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രീ സ്ട്രെസ് ആണ്. ഓക്കെ, കോൺക്രീറ്റിൽ എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷനിൽ. ഓക്കെ, പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം, അതായത് ടോപ്പിലും ബോട്ടത്തിലും. ഓക്കെ, ബോട്ടത്തിലും നമുക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റീലുണ്ട്. ആ ടോപ്പിലും നമുക്ക് സ്റ്റീലുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണോ ആ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് FCT ആൻഡ് FCB. ഓക്കെ, അപ്പോൾ FCTൻ്റെ ഇക്വേഷൻ എന്താ വരിക? ടോപ്പിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന ഡെവലപ്പ് ചെയ്യുന്നത് എന്ത് സ്ട്രെസ്സാണ്? ഒന്നതിൽ ഡയറക്റ്റ് സ്ട്രെസ് വരുന്നുണ്ട്, അതിൻ്റെ ടോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് എന്താണ്? ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ, അതായത് ഇപ്പം 15 വയസ്സ് താഴെയാണ്, ടോപ്പിൽ 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. കാരണം ഇതിലേക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 15 വയസ്സിലൂടെ ബോട്ടത്തിലും 3 വയസ്സിലൂടെ ടോപ്പിലുമാണ് വരുന്നത് അല്ലേ. അപ്പം 15 വയസ്സ് താഴെ വരുന്നതുകൊണ്ട് ചാൻസ് നമുക്ക് ബോട്ടത്തിൽ ആണ് അതിൻ്റെ സെൻട്രോയിഡ് വരാൻ, അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് വരാൻ ചാൻസ് താഴെയാണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയാണ് ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ടോപ്പിൽ വരുന്ന ബെൻഡിങ് സ്ട്രെസ് എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പം FCT എന്ന് പറയുന്നത് P/A, ബെൻഡിങ് സ്ട്രെസ് എന്താണ്? ടെൻഷൻ, അതുകൊണ്ട് മൈനസ് PEYT ഡിവൈഡഡ് ബൈ I. അതായത് P/, നമ്മൾ Z എന്ന് പറഞ്ഞ് യൂസ് ചെയ്തതിന് പകരം ഇവിടെ I/Y യൂസ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ടോപ്പിൽ വരുന്ന സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ PE/I/YT വരും ടോപ്പിലേക്ക്. ഓക്കെ, അതേപോലെ FCB എന്ന് പറയുന്നത് P/A, അതായത് ബോട്ടത്തിൽ ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കംപ്രസീവ് സ്ട്രെസ്സാണ്, P/A + PEYB/I. ഇതാണ് നമ്മളെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റിൽ വരുന്ന ടോപ്പിൽ വരുന്ന സ്ട്രെസ്സും ബോട്ടത്തിൽ വരുന്ന സ്ട്രെസ്സും നമുക്ക് കിട്ടും, സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഡുലാർ റേഷ്യോയും കൂടിയും കണ്ടുപിടിച്ചിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ അറ്റ് ടോപ്പും ബോട്ടവും നമുക്ക് കിട്ടും. അതിന് ശേഷം അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മളെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് എസ് ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് സി ടി ആണ് അല്ലേ. അതേപോലെ എഫ് എസ് ബി എന്ന് പറയുന്നത് എം ഇൻറ്റു എഫ് സി ബി ആണ്. അപ്പോൾ അതിൽ എം എന്ന് പറയുന്ന ടേം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് എഫ് സി ടിയും എഫ് സി ബിയും ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്ക് എം കണ്ടുപിടിക്കാം. ഫസ്റ്റ് മോഡുലാർ റേഷ്യോ എം ഈസ് ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 210, യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് 31.5. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലാർ റേഷ്യോ എം ഈസ് ഈക്വൽ ടു 6.6667 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എഫ് സി ടി കണ്ടുപിടിക്കാം, എഫ് സി ബിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം എഫ് സി ടിൻ്റെയും എഫ് സി ബിൻ്റെയും ഇക്വേഷനിൽ ഫസ്റ്റ് വരുന്ന ടേമാണ് P/A, അതായത് ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ. അപ്പോൾ ആ എഫ് സി ടിയും എഫ് സി ബിയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം P/A എന്ന് പറയുന്ന ടേം വേണം. അപ്പോൾ നമുക്ക് ആദ്യം P/A എന്ന് പറയുന്ന ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസിങ് ഫോഴ്സ് P/A. പ്രീസ്ട്രെസിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ. അതല്ലേ വരിക ആ ടെൻഡൻസിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റീൽ വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര വരുമോ അതും ഇൻറ്റു സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഡൻസിലൂടെ വരുന്ന പ്രീസ്ട്രെസിങ് ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം പ്രീസ്ട്രെസിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു 840 സ്ട്രെസ്സാണ് ഇൻറ്റു എത്ര വയേഴ്സാണ് ടോട്ടൽ ഉള്ളത്? താഴെ 15 മേലെ 3, ഒരേ ഡയമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നിച്ചെടുക്കാമല്ലോ. അപ്പോൾ 15 + 3 18 ഇൻറ്റു 5 mm ഡയമീറ്റർ ആണ്. 5 ഇൻറ്റു 5² / 4 ഒരു ബാറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ വയറിൻ്റെ ക്രോസ് സെക്ഷനായി. ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ 18 വയേഴ്സിൻ്റെ ഏരിയ ആയി. അപ്പോൾ ഈ ഫുൾ ഏരിയയിലൂടെ ഈ സ്ട്രെസ് വരുവാണ്. അപ്പോൾ ഇൻറ്റു ഈ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് വരുന്നുണ്ടെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സാണ്. അപ്പം 296,880 അല്ലേ, 296,880.50 ന്യൂട്ടൺ, 296,880.50 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അത് എത്ര കിലോ ന്യൂട്ടണാണ്? P = 296.880 കിലോ ന്യൂട്ടൺ. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A = 200 × 300 60,000 mm² കിട്ടും. അപ്പോൾ P/A എന്ന് പറയുമ്പം 296.880 × 10³ / 60,000 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4.95 Nm/mm² കിട്ടും. ഓക്കെ, അപ്പോൾ P/A എന്ന് പറയുന്ന ടേമായി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രീസ്ട്രെസിങ് ഫോഴ്സ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്സാണ്. അതായത് ടോപ്പിലെ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ബോട്ടത്തിലെ റീഇൻഫോഴ്സ്മെൻറ്റ് അതായത് ടെൻഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് PE/YT/I PE/YB/I. അതായത് ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസിങ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം PE/YT/I ആൻഡ് PE/YB/I. അപ്പോൾ നമുക്കിതിൽ P എന്ന് പറയുന്ന ടേം നമുക്കറിയാം, നമ്മളിപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് E അറിയണം. അപ്പോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ഥലത്താണ്, അതായത് ബോട്ടത്തു നിന്നോ അല്ലെങ്കിൽ ടോപ്പിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം, ഒന്നെങ്കിൽ ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ ഇത്ര റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കായിരുന്നു അല്ലേ. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ ആ ടെൻഡൻസ് അല്ലെങ്കിൽ ആ വയേഴ്സ് എവിടെയാണോ ഉള്ളത് അതിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മുടെ Y ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ ടോപ്പിലും ബോട്ടത്തിലും വരുന്നത് കൊണ്ട് ആ പ്രീസ്ട്രെസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് എവിടെയാണെന്ന് നമുക്കറിയില്ല, അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ആ പ്രീസ്ട്രെസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ്, ഓക്കെ, ആ കോൺക്രീറ്റ് സെക്ഷനിൽ എവിടെയാണ് അതിൻ്റെ സെൻട്രോയിഡ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് Y വരിക ഇതിൻ്റെ അകത്ത്. E വരിക, എക്സെൻട്രിസിറ്റി. ക്ലിയർ ആയോ? അതായത് ആ പ്രീസ്ട്രെസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ആ സെൻട്രോയിഡിലേക്ക് ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് സ്ഥലത്ത് ആക്ട് ചെയ്തുകൊണ്ടാണ്, രണ്ട് പൊസിഷനിൽ ടെൻഡൻസ് ആക്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് എക്സെൻട്രിസിറ്റി അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇല്ല, ബോട്ടത്തിൽ മാത്രമേ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ളൂ എങ്കിൽ, ബോട്ടത്തിൽ മാത്രം 4 ബാർസ് ആണ് ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 4 ബാറിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ടോപ്പ് അത് ന്യൂട്രൽ ആക്സിസിന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. ഓക്കെ, ഇവിടെ നമുക്ക് ആ പ്രീസ്ട്രെസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് നമുക്ക് കണ്ടുപിടിക്കണം.
To find eccentricity, we have to find out the centroid of precessing force. So by considering the distance of centroid of precessing force from bottom, അപ്പോൾ നമുക്ക് ബോട്ടത്തിൽ നിന്ന് എടുക്കാം. ബോട്ടത്തിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു പ്രീസസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത് ഇതുപോലെ രണ്ട് സ്ഥലത്ത് ടെൻഡൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീൽ വയേഴ്സ് വരുമ്പോൾ ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അനാലിസിസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് സെൻട്രോയിഡ് വരുന്നത് എന്നുള്ള കണ്ടുപിടിക്കാം. വൈ ബാർ ബോട്ടത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ബോട്ടത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുത്തിട്ട് സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വൈ ബാർ അതാണ് സെൻട്രോയിഡ്. വൈ ബാർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. a1y1 + a2y2 + a1y1 + a2y2 ഡിവൈഡഡ് ബൈ a1 + a2. അപ്പോൾ വൈ ബാർ എന്ന് പറയുന്നത് a1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ബോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഏരിയ a1 ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ a1 എന്ന് പറയുമ്പോൾ എത്ര വരും? 15 × 15 വയേഴ്സാണ് താഴെയുള്ളത് അല്ലേ. അപ്പോൾ 15 × 5 mm അപ്പോൾ ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5/4 × 5² ആണ് × 15. അപ്പോൾ a1 ആയി. y1 എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് ആണ് നമ്മളിപ്പം സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ബോട്ടത്തിൽ നിന്ന് ആ 15 വയേഴ്സിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 65 mm മാറിയിട്ടാണ് ബോട്ടത്തിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം y1 എന്നുള്ളത് 65 ആണ്. y1 എന്ന് പറയുന്നത് 65 ബോട്ടത്തിലുള്ള വയർ. ഈ ബോട്ടത്തിലുള്ള വയറിൻ്റെ ഏരിയയാണ് a1. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ബോട്ടത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് y1. ഓക്കെ, ഇനി a2 എന്ന് പറയുമ്പോൾ ഈ 3 വയേഴ്സിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പം y2 എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് ഈ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ 300 ആണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് 25 mm മാറിയിട്ടാണ് ഈ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് ബോട്ടത്തിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 300 - 25 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് y2 നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ വേറെ ഒരു ലൊക്കേഷനിലും കൂടി സ്റ്റീൽ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ടേമും കൂടി വരും. ഇപ്പോൾ ഒരു 2 ബാർ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് മാറിയിട്ട് 2 ബാർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് a3 എന്ന് പറയുന്ന ഒരു ടേമുമായിട്ടും നമ്മൾ എടുക്കേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പോൾ a3 y3 എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഈക്വേഷൻ്റെ അകത്ത് വരും. ഇനി വേറൊരു ലൊക്കേഷനിലും കൂടി 2 വയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 4 വയേഴ്സ് ഉണ്ട്, എത്രയെങ്കിലും നമ്പർ ഒരു വയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം. ഓക്കെ, a1 a2 a3 അങ്ങനെ ടേംസ് വരും. a1 y1 + a2 y2 + a3 y3 + a4 y4 എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. ഇതിപ്പോൾ 2 ലൊക്കേഷനിലേ ഉള്ളൂ, അതുകൊണ്ടാണ് a1 ഉം a2 ഉം വന്നത്. ഓക്കെ, അപ്പം a2 എന്ന് പറയുമ്പം 3 വയേഴ്സാണ് ഉള്ളത്. 3 × 5/4 × 5² ഇൻറ്റു y2 എന്ന് പറയുമ്പോൾ 300 - 25 ഡിവൈഡ് ബൈ a1 + a2 എന്ന് പറയുമ്പോൾ ഈ ടേം പ്ലസ് ഈ ടേം അല്ലേ. ഓക്കെ, അപ്പം അതെടുത്തു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 5/4 × 5² × 18 എന്ന് പറഞ്ഞിട്ട് എടുക്കാം a1 + a2 എന്ന് പറയുന്നത്. ഓക്കെ, y ബാർ ഈസ് ഈക്വൽ ടു ഇവിടെ 19,144.080. ഈ ടേം എന്ന് പറയുന്നത് 16,198.837 ഡിവൈഡ് ബൈ ഈ ബോട്ടത്തിൽ വരുന്ന a1 + a2 353.429 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 100 mm കിട്ടും. y ബാർ ഈസ് ഈക്വൽ ടു 100 mm. അപ്പം ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താ? ന്യൂട്രൽ ആക്സിസ് നിന്ന് ഈ പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഏത് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നത് ബോട്ടത്തിൽ നിന്ന്? 300 mm ആണ് ഈ റെക്റ്റാങ്കുലർ ബീമിൻ്റെ ഡെപ്ത്ത്. അപ്പോൾ 150ലാണ് ന്യൂട്രൽ ആക്സിസ് വരിക ബോട്ടത്തിൽ നിന്ന് അല്ലേ. ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 150ലാണ്. ഓക്കെ, സെൻട്രലല്ലേ വരിക. ഓക്കെ, അപ്പോൾ ആ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഈ പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ടാണ് പ്രീസ്ട്രസിങ് ഫോഴ്സ്. അപ്പോൾ 150 - 100. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ആയിരിക്കും. 50 mm ആയിരിക്കും. ഓക്കെ, എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 150 - 100, ദാറ്റ് ഈസ് 50 mm. ഇനി YB എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് നിന്ന് ബോട്ടത്തിലുള്ള വയേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. 150 - 65 85 mm ആണ് വരിക. അതേപോലെ YT എന്ന് പറയുന്നത് ടോപ്പിൽ 10 സ്റ്റീൽ വയേഴ്സിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 150 - 25 ടോപ്പിൽ നിന്ന് 25 mm മാറിയിട്ടാണ് നമ്മുടെ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വയേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ
150 മൈനസ് 25 ആയിരിക്കും. അപ്പം YB എന്നുള്ളത് 85 കിട്ടി, YT എന്നുള്ളത് 125 കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ PE/T/I അതേപോലെ PE/YB/I എന്ന് പറയുന്ന ടേമിൽ PI, EI, YTI, YBI, ഇനി I എന്ന് പറയുന്ന ടേമും കൂടി കണ്ടുപിടിക്കണം. ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് I കണ്ടുപിടിക്കാം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I = BD³/12 ആണ്. ഓക്കെ, നമ്മൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ 200 × 300³/12, അപ്പോൾ I = 450 × 10⁶ mm⁴ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് PE/YB/I യും വേണം, PE/YT/I യും വേണം. അപ്പോൾ ആദ്യം PE/YB/I എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ P എന്ന് പറയുന്നത് 296.880 × 10⁻³ E എന്ന് പറയുന്നത് 50 ആണ്, YB എന്ന് പറയുന്നത് 85 ആണ്, /I ഇപ്പം കണ്ടുപിടിച്ച 450 × 10⁶. അതേപോലെ PE/YT/I എന്ന് പറയുമ്പം P 296.880 × 10⁻³ E 50, YT എന്ന് പറയുന്നത് 125 mm /I 450 × 10⁶. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PE/YB/I എന്ന് പറയുന്ന ടേം 2.80 Nm/mm² കിട്ടും. അതേപോലെ PE/YT/I എന്ന് പറയുന്ന ടേം 4.12 Nm/mm² കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ടോപ്പ് പോർഷനിൽ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് നമുക്ക് കിട്ടും. അതേപോലെ ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും നമുക്ക് കിട്ടും. എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ പ്രീ സ്ട്രെസ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ അറ്റ് ടോപ്പ് FCT = P/A - PE/YT/I ആണ് അല്ലേ. അപ്പോൾ P/A എന്ന് പറയുന്നത് 4.95 ആണ്, PE/YT/I എന്ന് പറയുന്നത് 4.12 ആണ്. അപ്പോൾ 4.95 - 4.12 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.83 Nm/mm² കിട്ടും FCT. ഓക്കെ, അതേപോലെ ബോട്ടത്തിലെ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് FCB എന്ന് പറയുന്നത് P/A + PE/YB/I ആണ്. P/A എന്ന് പറയുന്ന 4.95 ആണ്, PE/YB/I എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടുപിടിച്ചത് 2.80 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 7.75 Nm/mm² കിട്ടും. അപ്പോൾ FCT എന്ന് പറയുന്നത് 0.83 Nm/mm², FCB എന്ന് പറയുന്നത് 7.75 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ വയേഴ്സ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. അപ്പം ബോട്ടത്തിൽ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെസ്സും കിട്ടി, ടോപ്പിൽ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെസ്സും കിട്ടി. ഇനി നമുക്ക് വരുന്ന ലോസ് കണ്ടുപിടിക്കാം. ലോസ്, അപ്പോൾ ടോപ്പിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത് എന്താ? FST = M × FCT അല്ലേ. M മോഡുലാർ റേഷ്യോ ഇൻറ്റു ആ സ്റ്റീലിൽ ആ ലെവലിൽ കോൺക്രീറ്റിൽ സ്റ്റീലിൻ്റെ ലെവലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ് കോൺക്രീറ്റിൽ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.83 ആണ് അല്ലേ. അപ്പം M × FCT എന്ന് പറയുന്നത് 6.667 × 0.83 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് എന്ന് പറയുന്നത് 5.53 Nm/mm² ആണ് ടോപ്പിൽ. ഓക്കെ, അതേപോലെ ബോട്ടത്തിലുള്ള സ്ട്രെസ്സിൻ്റെ ലോസ് സ്റ്റീലിലെ FSB = M × FCB 6.667 × FCB എന്ന് പറയുന്നത് 7.75 ആണ്. അപ്പോൾ 51.667 Nm/mm² കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ സ്റ്റീൽ വയേഴ്സിലെ ടോപ്പിലുള്ള ലോസും ബോട്ടത്തിലുള്ള ലോസും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ലോസാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഇനീഷ്യൽ സ്ട്രെസ്? എത്രയാണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴുള്ള സ്ട്രെസ്? എത്രയാണ്? 840 Nm/mm² ആണ് അല്ലേ. അപ്പോൾ 840 Nm/mm² ടോപ്പിൽ 5.53 ലോസായി, ബോട്ടത്തിൽ 51.66 ലോസായി. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ. പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ വയേഴ്സ് അറ്റ് ടോപ്പ്. അപ്പോൾ 5.53 ആണ് ലോസ് ആയിട്ടുള്ളത്. എത്രയെന്നാണ് ലോസ് ആയത്? 840. അപ്പം 5.53 / 840 × 100 0.658% ലോസാണ് ടോപ്പിൽ ഉണ്ടായിട്ടുള്ളത് സ്റ്റീൽ വയേഴ്സിൽ നിന്ന്. അതേപോലെ ബോട്ടം 51.667 ആണ് ലോസ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുമ്പോൾ 51.667 / 840 എന്നാണ് ലോസ് ആയത് അല്ലേ, / 840 × 100. അപ്പം ബോട്ടത്തിലുള്ള സ്റ്റീലിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് ലോസ് എന്ന് പറയുന്നത് 6.15% ആണ്. ഓക്കെ,
ക്ലിയർ ആയോ ഈ പ്രോബ്ലം? ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആ ഒരു ലോസ് കണ്ടുപിടിക്കുന്ന ഇലാസ്റ്റിക് ഡീഫോർമേഷൻ മുഖേനയുള്ള ലോസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.